ഏത് സമയത്താണെന്നുണ്ടെങ്കിലും രുചിയോടെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും വിശക്കൂല കേട്ടോ, കാരണം ഇതിൽ ചെറുപയറൊക്കെയാണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെറുപയർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ, അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്തെടുത്ത് ചെറുപയറാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കാരണം ചെറുപയർ നന്നായിട്ട് കുതിർന്നതാണ്, അപ്പോൾ പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ ഒരുപാട് വെള്ളം വെച്ചാൽ വെള്ളം ഒരുപാട് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതാ ചെറുപയർ ഞാനിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും പിന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഇതുപോലെ അങ്ങ് വാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി, ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ, ചെറിയൊരു തക്കാളിയുടെ പകുതിയാണ്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വാടി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം, അതുവരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു മസാലയൊക്കെ ഒന്നങ്ങ് മൂത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്നങ്ങ് മാറി വന്നതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ കൂടെ ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി ആ ഒരു മസാലയൊക്കെ ചെറുപയറിൽ ഒന്നങ്ങ് പിടിച്ചു വരണം കേട്ടോ. അതായത് ഇതുപോലെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫാക്കാം. ഇനിതാ ഞാനിവിടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബൗളിലേക്ക് പുട്ടുപൊടി എടുത്തിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ പുട്ടിനെ നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ ചിരട്ടപ്പുട്ട് മേക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ട് ആദ്യം അതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. സൈഡിലേക്ക് ആവാതെ നടുഭാഗത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനൊരു കാണാൻ്റെ ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ചെറുപയർ മസാല ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല, കാരണം ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം ഒരു ഇറച്ചിയുടെ ഒക്കെ ഒരു സ്മെല്ലും ഇറച്ചിയൊക്കെ വെക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് മസാല ഇതുപോലെ നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ പുട്ടിനെ നനച്ച പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. വീണ്ടും കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറുപയർ മസാല പുട്ട് റെഡിയായി. ഇനി കറിയൊന്നും വേണ്ട, ഇതിലേക്ക് നല്ല രുചിയോടെ കഴിക്കാം. അപ്പോൾ ഇറച്ചിയൊന്നും ഇല്ലാത്ത സമയത്തും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.